CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അച്ചനാട്ടുകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ UDF മെമ്പറുടെ വോട്ട് ലഭിച്ചത് LDF-ന്. UDF പാനലിൽ മത്സരിച്ച് വിജയിച്ച തള്ളച്ചിറ 1-ാം വാർഡ് മെമ്പർ സീനത്താണ് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്. വോട്ട് മാറിപ്പോയെന്ന് വിശദീകരണം. ഏലംകുളം കുന്നക്കാവിലെ ദൃശ്യക്കൊലക്കേസിലെ പ്രതി വിനീഷ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയി. ശൌചാലയത്തിന്റെ ചുമർ തുറന്നാണ് പ്രതി രക്ഷപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പോലീസ് വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത് 2ാം തവണയാണ് പ്രതി ജയിൽ ചാടുന്നത്. സിനിമയുടെ വിവിധ മേഖലകളിൽ 35 വർഷത്തോളമായി നൽകി വരുന്ന സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ഇടത്തറ പൊതുജന വായനശാല ഏർപ്പെടുത്തിയ 2ാമത് പ്രഭാ പുരസ്കാരം സംവിധായകൻ ലാൽ ജോസ് ഏറ്റുവാങ്ങി. മുൻ MLA അഡ്വക്കേറ്റ് KN ഖാദറാണ് 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിച്ചത്. കുലുക്കല്ലൂർ രാജീവ് ഗാന്ധി ഗ്രന്ഥശാല ആൻഡ് സാംസ്കാരിക നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരെ അനുസ്മരിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിരൂപകനും കവിയുമായ TV ബൈജു മുഖ്യപ്രഭാഷണം നടത്തി. MTയുടെ രചനാശൈലിയും ദാർശനിക തലങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. PM ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ PK ഹരിദാസൻ, കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KP രാജശ്രീ, സുനിത രാജൻ, നീതു സുഭാഷ് എന്നിവരും K ബാലഗംഗാധരനും സംസാരിച്ചു. അനുസ്മരണത്തിന് മുന്നോടിയായി K രാജഗോപാലൻ മുളയങ്കാവ് അവതരിപ്പിച്ച MTയുടെ നോവലുകളുടെ ദൃശ്യാവിഷ്കാരം നടന്നു. CCN ചെർപ്പുളശ്ശേരി. തച്ചനാട്ടുകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ UDF മെമ്പറുടെ വോട്ട് ലഭിച്ചത് LDF-ന്. UDF പാനലിൽ മത്സരിച്ച് വിജയിച്ച തള്ളച്ചിറ 1-ാം വാർഡ് മെമ്പർ സീനത്താണ് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്. വോട്ട് മാറിപ്പോയതായെന്നാണ് വിശദീകരണം. UDF-ലെ VD മണികണ്ഠനും LDF-ലെ AK വിനോദുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ LDF-ന്റെ വോട്ട് നില 5-ൽ നിന്നും 6-ആയി ഉയർന്നു. 18 അംഗങ്ങളുള്ള പഞ്ചായത്ത് ഭരണസമിതിയിൽ 13 പേർ UDF-നും 5 പേർ LDF-നുമാണ് ഉള്ളത്. വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ UDF-ന് 12 വോട്ടും LDF-ന് 6 വോട്ടും ലഭിച്ചു. സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി വാർഡ് മെമ്പർ സീനത്ത് രംഗത്തെത്തി. 1-ാം വാർഡ് മെമ്പർ ആയതിനാൽ ആദ്യമായാണ് വോട്ട് ചെയ്തതെന്നും ബാലറ്റിലെ പേരുകളുടെ സ്ഥാനം മാറിപ്പോയതാണ് വോട്ട് LDF-ന് ലഭിക്കാൻ കാരണമെന്നും അവർ പ്രതികരിച്ചു. ഇതിൽ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അവർ വ്യക്തമാക്കി. വോട്ട് മാറിയെങ്കിലും ഭൂരിപക്ഷമുള്ളതിനാൽ UDF സ്ഥാനാർത്ഥി VD മണികണ്ഠൻ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. CCN ചത്തല്ലൂർ. വാഴയങ്കട ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു. തായമ്പക, കഥകളി, മേളം രംഗത്തെ പ്രമുഖ കലാകാരൻ കലാമണ്ഡലം വാഴയങ്കട ബലരാമന് ഈ വർഷത്തെ നരസിംഹമൂർത്തി പുരസ്കാരം നൽകി ആദരിച്ചു. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓരോ വരവും ഹൃദയം നിറഞ്ഞ അനുഭവങ്ങളുമായിട്ടാണ് ഞാൻ തിരിച്ചുപോയത്. ഞാൻ ഈ ക്ഷേത്രത്തെക്കുറിച്ച്, നരസിംഹമൂർത്തി ക്ഷേത്രത്തെക്കുറിച്ച് ഈ വേദിയിലും ഈ മണ്ഡലത്തിലും മാത്രമല്ല സംസാരിച്ചത്. ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് ശങ്കരനാരായണൻ നമ്പൂതിരി ദീപപ്രോജ്വലനം നടത്തി. ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് TK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി പട്ടല്ലൂർ ദാമോദരൻ നമ്പൂതിരി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കലാനിരൂപകൻ ഡോക്ടർ NP വിജയകൃഷ്ണൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. പ്രീത പ്രശസ്തി പത്രം കൈമാറി. പുരസ്കാരത്തിന് മറുപടിയായി കലാമണ്ഡലം വാഴയങ്കട ബലരാമൻ മറുമൊഴി നടത്തി. പ്രോഗ്രാം കൺവീനർ P രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വാഴയങ്കട കൃഷ്ണദാസ്, PV ശ്രീവത്സൻ, കോട്ടയ്ക്കൽ ദേവദാസ്, പീതാംബരൻ ആനമങ്ങാട്, വാഴയങ്കട ആനന്ദൻ, നിയുക്ത വാർഡ് മെമ്പർ ഖദീജ ഷിഹാബ്, മുൻ വാർഡ് മെമ്പർ PT മുബാറക് എന്നിവർ ആശംസകൾ നേർന്നു. കോർഡിനേറ്റർ സന്ദീപ് M നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന് ശേഷം വേദിയിൽ കഥകളി അരങ്ങേറി. പരിഗ്രഹിച്ചാലും തന്നേ
വൈകുന്നേരം നടന്ന ശ്രീഭൂത ബലിക്ക് പല്ലശന ശ്രീരാജ് അവതരിപ്പിച്ച തായമ്പക, കേളി, കൊമ്പുപറ്റ് എന്നിവ ഉത്സവത്തിന് മാറ്റുകൂട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ നൃത്തങ്ങൾ, കൈകൊട്ടിക്കളി, നാരായണീയ പാരായണം എന്നിവയും നടന്നു. തിങ്കളാഴ്ച വൈകിട്ട് കൈകൊട്ടിക്കളിയും തുടർന്ന് 7 മണിക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പള്ളിവേട്ട എഴുന്നള്ളിപ്പും നടന്നു. ചൊവ്വാഴ്ച രാവിലെ ആറാട്ടുകടവിലേക്ക് ആറാട്ടെഴുന്നള്ളിപ്പും കേളിയും നടക്കും. തുടർന്ന് പാണ്ടിമേളത്തോടുകൂടി തിരിച്ചെഴുന്നള്ളത്തോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും. CCN ചത്തല്ലൂർ. വിദ്യാലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് കുട്ടികൾക്ക് പഠനാനുകൂലമായ അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രീകൃഷ്ണപുരം VT ഭട്ടതിരിപ്പാട് കോളേജിലെ NSS പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മനസ് ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോങ്ങാട് കേരളശ്ശേരി AUP സ്കൂളിൽ വെച്ചായിരുന്നു ക്യാമ്പ്. വർഷങ്ങളായി മനസ് നടത്തിവരാറുള്ള ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി സ്കൂളിൽ മനോഹരമായ പൂന്തോട്ടവും ചുമർ ചിത്രങ്ങളും പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് നിർമ്മിച്ചു. 2 ദിവസം നീണ്ടുനിന്ന കഠിനാധ്വാനത്തിലൂടെ വിദ്യാലയത്തിന് പുതിയൊരു മുഖച്ഛായ നൽകാൻ ഇവർക്ക് സാധിച്ചു. കേരളശ്ശേരി പഞ്ചായത്ത് പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. VTB കോളേജിലെ മുൻകാല അധ്യാപകരും വിവിധ ബാച്ചുകളിൽ നിന്നുള്ള പൂർവ്വ വിദ്യാർത്ഥികളും ഒത്തുചേർന്നപ്പോൾ ക്യാമ്പ് പഴയകാല സ്മരണകളുടെയും സേവനത്തിന്റെയും വേദിയായി മാറി. ക്യാമ്പിന്റെ ഭാഗമായി രാത്രിയിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഫയർ ഏറെ ആവേശകരമായിരുന്നു. ക്യാമ്പ് മനസ്സിന്റെ ക്യാമ്പ് മുത്തപ്പനും നൃത്തച്ചുവടുകളുമായി ഇതാ ക്യാമ്പിന്റെ കുട്ടികൾ എല്ലാവരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് നൃത്തച്ചുവടുകൾ ചെയ്യണമെന്ന് പാട്ടുപാടുന്നത് എല്ലാവരും ക്യാമ്പ് ഫയറിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതാ ക്യാമ്പ് മുത്തപ്പനുമായി ഇതാ ക്യാമ്പ് ഫയർ. എല്ലാവരും വന്ന് ക്യാമ്പ് ഫയറിന്റെ ഭാഗമായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും പുറം ലോകത്തിന്റെ ശ്രദ്ധ കിട്ടാതെ പോകുന്ന സ്കൂളുകളെ കണ്ടെത്തി അവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് മനസ് സംഘടനയുടെ തീരുമാനം. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും 34 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന S. അജയ്കുമാറിന് ബാങ്കിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ചടങ്ങ് K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ റൂറൽ ബാങ്കിന്റെ സ്വന്തമാണ്. മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിലെ ഏറ്റവും പൊട്ടൻഷ്യലുള്ള ഒരു സിറ്റിയാണ്. അത്തരമൊരു പ്രദേശത്ത് മണ്ണാർക്കാട് റൂറൽ ബാങ്ക് എന്നത് ആരുടെ മുന്നിലും അഭിമാനപൂർവം പറയാൻ കഴിയുന്ന ഒരു പരിചയപ്പെടുത്തലിന്റെ മുഖവരയുടെ ആവശ്യമില്ലാത്ത ഒരു സ്ഥാപനമായി അഭിമാനപൂർവ്വം തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ്. ഞാനൊരു 7-8 വർഷം യുവജന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി അതിന്റെ ജില്ലാ ചുമതലക്കാരനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിലൊക്കെ വിവിധ ആവശ്യങ്ങളുടെ ഭാഗമായി ഈ ബാങ്കിൽ വരാനും ബാങ്കിന്റെ സ്നേഹവും പരിഗണനയും ഒക്കെ ഏറ്റുവാങ്ങാനും സാധിച്ചിട്ടുണ്ട്. വന്ന ഒരു ഘട്ടത്തിലും നോ എന്ന് പറഞ്ഞ് മടക്കി അയച്ചിട്ടില്ല. എല്ലാ നിലയിലുള്ള നാടിന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ബാങ്കായി മണ്ണാർക്കാട് റൂറൽ ബാങ്കിന് മാറാൻ സാധിച്ചു. നമ്മുടെ നാടിന്റെ സഹകരണ പ്രസ്ഥാനത്തിന്റെ അഭിമാനമായി മാറാൻ സാധിച്ചു. ഞാൻ പുരസ്കാരങ്ങളുടെ എണ്ണം സൂചിപ്പിക്കാനല്ല, അതിന്റെ വലിപ്പം സൂചിപ്പിക്കാനല്ല, അതിനപ്പുറത്ത് നാട്ടിലെ മനുഷ്യരുടെ ജീവിതത്തിൽ അവരുടെ ജീവിത ആവശ്യങ്ങൾക്ക് മുമ്പിൽ പുറംതിരിഞ്ഞു നിൽക്കാത്ത ഒരു സ്ഥാപനമായി ഈ ബാങ്കിന് ഇക്കാലമത്രയും പ്രവർത്തിക്കാൻ വിശ്വാസ്യതയോടെ മുന്നേറാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ നിലയിലുള്ള പങ്കാളിത്തം ഇന്നിവിടെ ഈ യാത്രയയപ്പിലും ഈ പരിപാടിയിലും ഉണ്ടാകുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ N. ഷംസുദ്ദീൻ MLA മുഖ്യാതിഥിയായിരുന്നു. സഹകരണ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങളിലൂടെയും ജനകീയ ഇടപെടലുകളിലൂടെയും ശ്രദ്ധേയനായ അജയ്കുമാർ ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് നഗരസഭയിലേക്ക് മത്സരിക്കുകയും നിലവിൽ നഗരസഭാംഗമായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. അചഞ്ചലമായ കരുത്തായിരുന്ന വ്യക്തിത്വം നിയമങ്ങളുടെ കടുപ്പത്തേക്കാൾ മനുഷ്യത്വത്തിന്റെ ഭാഷ സംസാരിച്ചുകൊണ്ട് ബാങ്കിന്റെ പടിവാതിൽ കടന്നു വന്ന
ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് വെറും ഒരു ഉദ്യോഗസ്ഥനായല്ല, മറിച്ച് ഒരു സഹോദരനായും വഴികാട്ടിയായും നിലകൊണ്ട സ്നേഹരൂപം. സഹപ്രവർത്തകർക്ക് അദ്ദേഹം ഒരു താങ്ങായിരുന്നു, ബാങ്കിന് അദ്ദേഹം ഒരു തണലായിരുന്നു. ഇന്ന് ഔദ്യോഗിക പദവിയിൽ നിന്നും വിരമിക്കുമ്പോൾ അതൊരിക്കലും വീട്ടിലിരിക്കാനുള്ള ഒരു മടങ്ങിപ്പോക്കല്ല, മറിച്ച് ജനസേവനത്തിന്റെ പുതിയൊരു ദൗത്യത്തിലേക്കുള്ള ചുവടുമാറ്റമാണ്. സഹകരണ മേഖലയുടെ നട്ടെല്ലായിരുന്ന നമ്മുടെ അജയൻ സാർ ഇന്ന് മണ്ണാർക്കാട് നഗരസഭയുടെ കൗൺസിലർ എന്ന നിലയിൽ നമ്മുടെ നാടിന്റെ വികസന കുതിപ്പിന് നേതൃത്വം നൽകിക്കൊണ്ട് നമുക്കിടയിൽ തന്നെ ഉണ്ട്. കസേരകൾ മാറാം, പദവികൾ മാറാം, പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ജനവിഭാഗത്തോടുള്ള സ്നേഹത്തിന് മാറ്റമില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. 34 വർഷത്തെ ഈ അനുഭവ സമ്പത്തും സ്നേഹവും ഇനി മണ്ണാർക്കാടിന്റെ വികസന രേഖകൾ വരച്ചു ചേർക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ 34 വർഷത്തിനിടയിൽ ഈ സ്ഥാപനത്തിന്റെ ആദ്യകാലത്തെ കിതപ്പിനും ആ കിതപ്പിന് ശേഷമുണ്ടായ കുതിപ്പിലും മുൻ സെക്രട്ടറി ശ്രീ എം പുരുഷോത്തമന്റെ കൂടെയും സഖാവ് എം ഉണ്ണീൻ, സഖാവ് KP മസൂദ്, സഖാവ് സുരേന്ദ്രൻ, സഖാവ് സുരേഷ്, സഖാവ് TR സെബാസ്റ്റ്യൻ, ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ മോഹനൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള അവർ നേതൃത്വം കൊടുത്ത എല്ലാ ഭരണസമിതികളുടെ കൂടെയും എനിക്ക് മുന്നേ റിട്ടയർ ചെയ്ത ഒട്ടേറെ ജീവനക്കാർ, ജ്യോത്സന, ഗൗരിശങ്കർ, മൊയ്തുട്ടി, ദിലീപ്, അങ്ങനെ ഉള്ള ഒട്ടേറെ ജീവനക്കാർ, എനിക്ക് ശേഷം ജോയിൻ ചെയ്ത ആൾക്കാർ ഈ കാലയളവിൽ റിട്ടയർ ചെയ്തു പോയി. അവരുടെയൊക്കെ തന്നെ കൂടെ പ്രവർത്തിക്കാനും ഈ അടുത്ത കാലത്തായി ജോയിൻ ചെയ്ത ജീവനക്കാരുടെ കൂടെ എല്ലാം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ സ്ഥാപനത്തിനെതിരായി വന്ന കടന്നാക്രമണങ്ങളെ ജീവനക്കാരെ കൂട്ടായി നിർത്തിക്കൊണ്ട് ആ ആക്രമണങ്ങളെയൊക്കെ തന്നെ നേരിടാനുള്ള കരുത്ത് തന്നത് എനിക്ക് എന്റെ പ്രസ്ഥാനവും എന്റെ ജീവനക്കാരും എന്റെ ഭരണസമിതിയുമാണ്. അതോടൊപ്പം തന്നെ എന്റെ കുടുംബത്തിന്റെയും വലിയ പിന്തുണ ഇത്തരം കാര്യങ്ങളിൽ എനിക്കുണ്ടായി എന്നുള്ളതാണ്. മണ്ണാർക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എം പുരുഷോത്തമൻ, ഡോക്ടർ KA കമ്മാപ്പ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ UT രാമകൃഷ്ണൻ, NK നാരായണൻകുട്ടി, ജോസ് ബേബി, AK അബ്ദുൽ അസീസ്, B മനോജ്, KP മസൂദ്, K മൻസൂർ, അഡ്വക്കേറ്റ് K സുരേഷ്, കൌൺസിലർമാരായ K ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് PM ജയകുമാർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം കൊച്ചിൻ മ്യൂസിക് മീഡിയ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. CCN മണ്ണാർക്കാട്. സുപ്രീം കോടതി ഉത്തരവിട്ട് ഗ്രാറ്റുവിറ്റി ഉടൻ നൽകുക, പെൻഷൻ തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിരമിച്ച അംഗൻവാടി ജീവനക്കാർ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി ലില്ലി മാത്യു ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഗ്രൂപ്പ് ഇൻ കേരള ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ തയ്യാറാകാത്തത് നീതി നിഷേധമാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. പ്രതിമാസ പെൻഷൻ 10,000 രൂപയായി ഉയർത്തുക, 2,000 രൂപ ക്ഷേമ പെൻഷൻ അനുവദിക്കുക, പെൻഷൻ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിൽ ഉന്നയിച്ചു. ക്ഷേമനിധി ബോർഡ് ജീവനക്കാരോട് നീതി കാണിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് A സരോജിനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CCN മലപ്പുറം. സിനിമയുടെ വിവിധ മേഖലകളിൽ 35 വർഷത്തോളമായി നൽകിവരുന്ന സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് എടത്തറ പൊതുജന വായനശാല ഏർപ്പെടുത്തിയ 2ാമത് പ്രഭ പുരസ്കാരം സംവിധായകൻ ലാൽ ജോസ് ഏറ്റുവാങ്ങി. മുൻ MLA അഡ്വക്കേറ്റ് KN ഖാദറാണ് 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിച്ചത്. അപ്പോൾ മനുഷ്യ സംസ്കൃതിയിൽ പലതും പല കാലങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. മഹർഷിവര്യന്മാരും പ്രവാചകന്മാരും പല കാലഘട്ടത്തിലും വന്നിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം പറഞ്ഞത് സാരാംശത്തിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് പറഞ്ഞു അല്ലേ. ജാതിഭേദം, മതദ്വേഷം ഇതുമില്ലാതെ സർവ്വരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞല്ലേ. പല മതസാരവും ഏകമെന്നു പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ടലയാതെ അമർന്നിട്ടണം എന്ന് ഗുരു പറയാനുള്ള കാരണം അതാണ്. പല മതസാരവും ഒന്നാണ്, പല മതങ്ങളും ഒന്നാന്നല്ല പറഞ്ഞു, സാരങ്ങളൊന്നാണ്. അത് മനസ്സിലാക്കാതെ പരസ്പരം കലഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകൾ പാമരന്മാരാണ്. അതിൽ നിങ്ങൾ വീണു പോകാതെ നിങ്ങൾ ശാന്തരായിരിക്കണം എന്നാണ് ഗുരു പറഞ്ഞത്. എന്താണോ അങ്ങനെയുള്ള മനുഷ്യ സ്നേഹത്തിൻ്റെ വിളനിലമാണ് നമ്മുടെ കേരളവും നമ്മുടെ ലോകവും നാം ജീവിക്കുന്ന മനുഷ്യരുടെ എല്ലാ
മതങ്ങളും ഒക്കെ അതാണ്. ഇപ്പം ഈ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആധ്യാത്മികതയിൽ ധന്യമായൊരു ജില്ല ഉണ്ടോയെന്ന് സംശയമാണ്. രാമായണമില്ലാതെ ഹിന്ദു ഉണ്ടോ? അധ്യാത്മ രാമായണം എവിടെയാണ് ജനിച്ചത്? തിരൂരാണ് അധ്യാത്മ രാമായണം. ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ രാവിലെ കേൾക്കുന്ന നാരായണീയം, നാരായണ ഭട്ടതിരി, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എഴുതിയ നാരായണീയം. ഭട്ടതിരി എവിടെയാണ്? ഭട്ടതിരി ഉള്ളത് തിരുനാവായ ചന്ദനക്കാവിലാണ്. കൂടെയല്ല പിറക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മധ്യയെ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം പ്രധാന നമ്മോട് ചോദിച്ചത് ഇവിടെ നിന്ന് തൊട്ടടുത്തു നിന്നാണ്, അങ്ങാടിപ്പുറത്തു നിന്നാണ്. തന്റെ പുസ്തകമായ ക്യാപ്റ്റൻ കുഞ്ചൻ IAS പ്രകാശന വേദിയിൽ വെച്ച് അന്തരിച്ച പ്രഭ ആനമങ്ങാടിന്റെ സ്മരണാർത്ഥം പ്രഭ അനുസ്മരണ സമിതിയാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ലെൻസിന് പിറകിലെ മിക്ക കാഴ്ചകളും ഹൃദിസ്ഥനായ അദ്ദേഹം ഫിലിം മേക്കിങ്ങിന്റെ ഏറെ ബുദ്ധിമുട്ട് നിറഞ്ഞ പരിസരങ്ങൾ, കഠിന പ്രയത്നവും ശില്പവും പ്രശസ്തി പത്രവും അതോടൊപ്പം 10,001 ഈ ചെറിയ അവാർഡ് തുക സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട സംവിധായകൻ, നിർമ്മാതാവ്, നടൻ എന്നീ നിലകളിൽ മലയാള സിനിമയിൽ ലാൽ ജോസ് അടയാളപ്പെടുത്തിയ മികവിനുള്ള അംഗീകാരമായാണ് ഈ പുരസ്കാരം. ഈ പുരസ്കാര തുക കുറഞ്ഞുപോയി എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു പുരസ്കാരമാണിത്. ഞാൻ സാധാരണ എന്നോടൊപ്പമുള്ള സിനിമാ രംഗത്തുള്ള ഒരുപാട് സഹപ്രവർത്തകരുടെ നാടുകളിൽ അവർക്ക് അവരുടെ നാട് നൽകുന്ന സ്വീകരണങ്ങളിൽ അതിഥിയായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അവരിൽ പലർക്കുമുള്ള പുരസ്കാരം ഞാൻ ഇതുപോലെ കൈമാറിയിട്ടുണ്ട്. എനിക്കങ്ങനെ അധികം പുരസ്കാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല സാർ. നാട്ടിലുള്ള അതിൻ്റെ ഒരു കാരണം ഞാനാണ്. എൻ്റെ നാട്ടിൽ എന്നെ ആദരിക്കുന്ന ഒരു ചടങ്ങെന്ന് പറയുന്നത് എനിക്ക് സ്വയം ലജ്ജാകരമായി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. കാരണം ഒറ്റപ്പാലം ടൗണിൽ ജനിച്ച് വളർന്ന ഒരാൾ, അവിടുത്തെ ഓരോ വീട്ടുകാർക്കും ഞാൻ ഇപ്പോഴും ലാൽ ജോസ് ആയിട്ടില്ല, ലാലുവാണ്. വായനശാല പ്രസിഡന്റ് VT അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രഭ അനുസ്മരണ സമിതി ചെയർമാൻ സന്തോഷ് പാറൽ സ്വാഗതവും E പ്രതീഷ് നന്ദിയും പറഞ്ഞു. ഗ്രന്ഥശാല സംഘം ജില്ലാ സമിതി അംഗം വേണു പാലൂർ, രാമദാസ് മുണ്ടൻകോടി, ഡോക്ടർ S രാമദാസ് എന്നിവർ ആശംസകൾ നേർന്നു. പുരസ്കാര സമർപ്പണത്തിന് ശേഷം വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൊളത്തൂർ പാർത്ഥസാരഥിയും സുധി വട്ടപ്പിന്നിയും അവതരിപ്പിച്ച നാടക സ്കെച്ചുകൾ, ശ്രീത വൈഷ്ണ നയിച്ച കരോക്കെ ഗാനമേള, തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ എന്നിവയും നടന്നു. CCN പെരിന്തൽമണ്ണ. ഏലംകുളം കുന്നക്കാവിലെ ദൃശ്യ കൊലക്കേസിലെ പ്രതി വിനീഷ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയി. ശൗചാലയത്തിന്റെ ചുമർ തുറന്നാണ് പ്രതി രക്ഷപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പോലീസ് വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത് 2ാം തവണയാണ് പ്രതി ഇങ്ങനെ ചെയ്യുന്നത്. 2 ആഴ്ച മുൻപാണ് വിനീഷിനെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം 9 മണിവരെ പ്രതി മുറിയിലുണ്ടായിരുന്നതായാണ് വിവരം. ഓരോ മണിക്കൂറിലും ഇവിടെ പതിവ് പരിശോധനയുള്ളതാണ്. എന്നാൽ 11 മണിക്ക് പരിശോധനയ്ക്കായി എത്തിയപ്പോഴാണ് വിനീഷ് ചാടിപ്പോയതായി കണ്ടെത്തിയത്. ഉടൻ പോലീസിൽ വിവരം അറിയിച്ചു. നിലവിൽ CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ച് പോലീസിന്റെ തിരച്ചിൽ തുടരുകയാണ്. 2021 പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെരിന്തൽമണ്ണ ഏലംകുളം കുന്നക്കാവ് സ്വദേശിനിയായ ദൃശ്യയെ വിനീഷ് കുത്തിക്കൊലപ്പെടുത്തിയത്. ദൃശ്യയുടെ പിതാവിന്റെ വ്യാപാര സ്ഥാപനത്തിന് തീയിട്ട ശേഷമാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതി പെൺകുട്ടിയെ കുത്തിവീഴ്ത്തിയത്. റിമാൻഡിലായ വിനീഷിനെ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് പാർപ്പിച്ചിരുന്നത്. ഇതിനിടെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് 2022 വിനീഷിനെ കുതിരവട്ടം മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. 2022 പ്രതി കുതിരവട്ടത്ത് നിന്ന് ചാടിപ്പോയെങ്കിലും പിന്നീട് പോലീസിന്റെ പിടിയിലായി. ഇതിനിടെ കൊതുകുതിരി കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച സംഭവമുണ്ടായി. കഴിഞ്ഞ 10-ാം തീയതിയാണ് വിനീഷിനെ വീണ്ടും കുതിരവട്ടത്ത് എത്തിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായ വിനീഷിനെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനാലാണ് വീണ്ടും കുതിരവട്ടത്തെ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അച്ചനാട്ടുകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ UDF മെമ്പറുടെ വോട്ട് ലഭിച്ചത് LDF-ന്. UDF പാനലിൽ മത്സരിച്ച് വിജയിച്ച തള്ളച്ചിറ 1-ാം വാർഡ് മെമ്പർ സീനത്താണ് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്. വോട്ട് മാറിപ്പോയെന്ന് വിശദീകരണം.
കായംകുളം കുന്നക്കാവിലെ ദൃശ്യക്കൊലക്കേസിലെ പ്രതി വിനീഷ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയി. ശൗചാലയത്തിന്റെ ചുമർ തുറന്നാണ് പ്രതി രക്ഷപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പോലീസ് വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത് 2ാം തവണയാണ് പ്രതി ജയിൽ ചാടുന്നത്. സിനിമയുടെ വിവിധ മേഖലകളിൽ 35 വർഷത്തോളമായി നൽകി വരുന്ന സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ഇടത്തറ പൊതുജന വായനശാല ഏർപ്പെടുത്തിയ 2ാമത് പ്രഭാ പുരസ്കാരം സംവിധായകൻ ലാൽ ജോസ് ഏറ്റുവാങ്ങി. മുൻ MLA അഡ്വക്കേറ്റ് KN ഖാദറാണ് 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.